എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അരിയുണ്ടയാണ്. നമുക്ക് വീട്ടിലൊക്കെ സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല എളുപ്പമായിട്ടുള്ള അരിയുണ്ടയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കണ സാധാരണ അരി അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-14 എണ്ണം നമുക്ക് കിട്ടാൻ അത്രയും അരി മതി. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകുക. നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കഴുകണ പോലെ തന്നെ ഒരു 3-4 തവണ അത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. അത് കഴുകി നന്നായി അത് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വാർത്ത് വയ്ക്കുക. ഞാനത് കുറച്ച് നേരം അടച്ച് ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വെള്ളം മുഴുവനും അതിൽ നിന്ന് വാർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൈയൊക്കെ ആക്കിയാൽ തന്നെ മനസ്സിലാവും കയ്യിലൊന്നും നമുക്ക് വെള്ളം പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് വറുത്താലും അത് നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് അത് പൊന്തി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഇതാക്കി വറുക്കുക. അപ്പോൾ വറുക്കാനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, അതിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിയുള്ള പാത്രം എടുക്കുന്നത്. ഇത് വളരെ സ്ലോവിലിട്ട് അതൊന്ന് പൊരിച്ചെടുക്കേണ്ടത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് തീ കൂടുതൽ വേണമായിരുന്നു. ചീഞ്ചട്ടി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അത് കാരണം ഇത്തിരി തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ചീഞ്ചട്ടി ഒന്ന് ചൂടായപ്പോൾ നമ്മൾ കുറച്ചും ഇട്ടിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് ബ്രൗൺ കളറാവും. അങ്ങനെയാണ് അത് പൊരി പോലെ പൊന്തി വരും. അങ്ങനെ നമുക്ക് ഇത് 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴായാലും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു 4 മണി പലഹാരം തന്നെ പറയാം. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളതായ ശർക്കര, നാളികേരം അത്രയും ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതിൽ നല്ലൊരു ഉണ്ട ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അത് ഇത്തിരി ടേസ്റ്റ് കൂടാനും അതൊന്ന് യോജിച്ച് ആവാനും വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കൂടെ ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ വെറുതെ ശർക്കരയും നാളികേരം ഉണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ പൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗണിൽ അത് ലൈറ്റ് ചൂടേ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും വൃത്തിയിൽ ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടുക. അതിലേക്ക് ഞാൻ പറഞ്ഞ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഇതിലിട്ട് നമ്മൾ ഇളക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അതൊന്ന് മൂത്ത് കിട്ടാനാണ്. അല്ലെങ്കിൽ അത് ഒറ്റയ്ക്ക് ആക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും എനിക്ക് തോന്നും അതെല്ലാ ഭാഗത്തും ചൂടൊന്നും തട്ടിയില്ല എന്ന് തോന്നും. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നാമത് അരിയുടെ ഒരു ചൂടുണ്ടായിരിക്കും, മാത്രമല്ല അതിൻ്റെ എല്ലാ ഭാഗവും ഇളകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കശുവണ്ടി കൂടെ ഇട്ടിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അതും ചെറിയൊരു ബ്രൗൺ കളറായി തന്നെ വരും. കശുവണ്ടി ഇട്ട് നന്നായി പൊടിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതായത് ചെറുതായി ഇങ്ങനെ കുഞ്ഞു പീസ് അതിൽ കടിക്കാനുണ്ടെങ്കിൽ ഒരു രസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അരി പൊടിക്കുന്ന അത്രയും നമുക്ക് പൊടിക്കണ്ട. ഇപ്പോൾ ഏകദേശം കശുവണ്ടിയും ബ്രൗണായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അരിയും നന്നായി പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഈ കശുവണ്ടി പതുക്കെ അതിൽ നിന്ന് എടുക്കും. അതെടുത്തിട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കയ്യിലായതുകൊണ്ട് നമുക്ക് ഓട്ടയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മാറ്റി ഓരോന്നായിട്ട് ഞാൻ എടുത്ത് മാറ്റി. അതിനുശേഷം നമുക്ക് ഈ അരി നന്നായി ചൂടാറണം. അത് ചൂടാറിയിട്ടാണ് നമുക്ക് പൊടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ഇങ്ങനെ തള്ളിപ്പോരും, അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. അത് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിലേക്കുള്ള നാളികേരം നമുക്ക് ചിരകിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ അത്രയും ഒരു കപ്പ് അരിയിലേക്ക് ഒരു മുറി നാളികേരമാണ് ഞാൻ ചിരകിയെടുക്കുന്നത്.
അത് നാളികേരം കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിലേക്ക് അരമുറി നാളികേരമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ചിരകി വെച്ചു. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും എല്ലാതും എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അരി നന്നായി പൊടിച്ചെടുക്കണം, അതാണ് അടുത്തത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വേണ്ടത് പിന്നെ അണ്ടിപ്പരിപ്പ്, ശർക്കര, നേരത്തെ ചൂടാക്കി വെച്ച അണ്ടിപ്പരിപ്പാണ് ഇട്ടത്, അതും പിന്നെ 4 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ശർക്കരയും ഇതും കൂടെ നമുക്ക് ഇനി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടാറിയ അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അത് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം കൂടെ പൊടിച്ചെടുക്കാൻ പറ്റില്ല. മറ്റേ നാളികേരവും ശർക്കരയും ഒക്കെ കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി അരി മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമ്മുടെ നാളികേരവും ശർക്കരയും ഇടുമ്പോൾ അതിൽ അത്യാവശ്യം അരയ്ക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ നന്നായി പൊടിക്കണം. കാരണം നമ്മൾ പൊടിച്ചിട്ട് വേണം ബാക്കി നാളികേരവും ശർക്കരയൊക്കെ ഇട്ടിട്ട് പൊടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ അരി മാത്രം ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അതിൽ തരി ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ ഒന്നിങ്ങനെ കടിക്കണ ഒരു ഫീല് വരും. അപ്പം അങ്ങനെ കടിക്കുമ്പോൾ വലിയ സുഖം തോന്നില്ല. നന്നായി പൊരിഞ്ഞിട്ട് നന്നായി പൊടിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനത് അരിച്ചെടുത്താൽ നല്ലതാണ്. പക്ഷെ ഞാൻ നല്ല പോലെ അത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വല്ലാതെ അരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് മധുരമുള്ളത് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ആ അരിയുടെ കൂടെ അതിട്ടിട്ട് നന്നായി പൊടിച്ചെടുത്തു. ഇതുപോലെ ഞാൻ ഒരുപാട് തവണ അത് പൊടിച്ചെടുത്തു കേട്ടോ. കാരണം അതിലേക്ക് തരി വേണ്ടാന്ന് വെച്ചിട്ട് നന്നായി നല്ല നൈസാക്കണ വരെ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായി പൊടിച്ചു. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് ഇട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പെട്ടെന്ന് അങ്ങോട്ട് അരയില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കുത്തി ഉടച്ചിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടാലും അതാകെ അതിൽ കുടുങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒരു 2 ഇടി ഇടിച്ചു ഒന്ന് ഒതുക്കി എന്നിട്ടാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത്രയും കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അരച്ചപ്പോൾ തന്നെ ആ പൊടിയും നാളികേരം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടാണല്ലോ. അപ്പോൾ നമ്മളൊന്നും കൂടെ അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതൊന്നും കൂടെ നല്ല ഭംഗിയിൽ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി ഇതിൻ്റെ ബാലൻസ് ഉള്ള അരി നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ച് എടുക്കാം. അപ്പോൾ അത് അടുത്ത ട്രിപ്പിലേക്ക് നമുക്കത് ഇതുപോലെ ജാറിലിട്ടിട്ട് പൊടിക്കാം. ഇതിപ്പോൾ ഏകദേശം വെള്ളം നാളികേരത്തിൻ്റെ പാലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടയാക്കാനുള്ള ഒരു വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള നാളികേരം പിന്നെ ശർക്കര ബാക്കി 2 ഉള്ളത് അതും ഇടിച്ചിട്ടു. ഇങ്ങനെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും അതിലിട്ടിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുത്തു. അപ്പോൾ കാണാം, ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം വെളുത്തിങ്ങനെ ചെറിയ ഒരു പീസ് കിടക്കുന്നത്. അതാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഇപ്പോൾ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ അധികം വെള്ളവും ഇല്ല എന്നാൽ വെള്ളം കുറവുമല്ല. നമുക്കിങ്ങനെ ഉണ്ടാക്കാനുള്ള പാകം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നമ്മളെടുത്തതിനെ ഫസ്റ്റ് തന്നെ കൂട്ടി യോജിപ്പിക്കാം. നന്നായിട്ട് ഇങ്ങനെ പൊടി കൂട്ടി യോജിപ്പിക്കണം. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റത്തെ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ, പിന്നെ രണ്ടാമത്തേലാണ് ഞാൻ കശുവണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ 2 ട്രിപ്പിലേക്കും കൂടിയിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കണ പോലെ നന്നായി അത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിപ്പോൾ
ഉണ്ടാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലൊതുങ്ങണ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് പറ്റിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉണ്ടയോ വലിയതോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിലൊതുങ്ങണ രീതിയിൽ നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ എൻ്റെ കൈക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞ് വളരെ കുഞ്ഞിതല്ല ഈ പാകത്തിലുള്ള ഉണ്ടയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏകദേശം ഈ ഒരു കപ്പ് പൊടി കൊണ്ട് 15 ഉണ്ടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അത് ഉണ്ടാക്കി എടുത്തു. നമുക്ക് 4 മണിക്ക് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമാവും. പണ്ടൊക്കെ ഇങ്ങനത്തെയൊക്കെ പലഹാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ ഇത് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു.